അതുപോലെ ചെറിയ പേര് നെറ്റ്വർക്കിംഗ് ഈവൻറ്റ്സ് ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. ശരി. അതിലെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ദേ ആർ ബ്രിങ്ങിങ് അപ്പ് സം ഇൻവെസ്റ്റേഴ്സ് ഇൻ. അത് ലെജിറ്റ് ആവണമെന്നില്ല. ദേ കോൾ ദംസെൽസ് ആസ് ഇൻവെസ്റ്റേഴ്സ്. ലെജിറ്റ് ആവണമെന്നില്ല. അപ്പോൾ ഈ വരുന്ന ഇൻവെസ്റ്റേഴ്സിനൊക്കെ പ്രൊഫൈൽ ചെക്ക് ചെയ്യണം കംപ്ലീറ്റ് ആയിട്ട്. ലൈക്ക് വാട്ട് എവർ ദേ ഇൻവെസ്റ്റഡ് ഇൻ, എത്ര ചെയ്തിട്ടുണ്ട്, വാട്ട് ഇസ് ദ എമൗണ്ട്. ഇപ്പോൾ നമ്മളൊരു ഐഡിയ ഒരു എമൗണ്ട് മൈൻഡ് സെറ്റിൽ വെച്ച് പോയിട്ടുണ്ടാവും. വെദർ ദേ ആർ കാപ്പബിൾ ഓഫ് ഗിവിംഗ് ഇൻ ദാറ്റ് വേ, വെദർ ഇറ്റ്സ് ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് ഓർ VC ഫേം, വാട്ട് എവർ ഇറ്റ് ഇസ്. അതൊക്കെ നോക്കിയിട്ട് വേണം അപ്ലൈ ചെയ്ത് പോകാൻ. ഐ സീൻ മെനി ഈവൻറ്റ്സ് ലെജിറ്റ് ഇൻവെസ്റ്റേഴ്സ് ഒന്നും ഇല്ലാതെ, അല്ലെങ്കിൽ ചെറിയ ചെറിയ ഇൻവെസ്റ്റേഴ്സൊക്കെ വെച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ സ്റ്റാർട്ടപ്സിനോട് ലൈക്ക് 10K 15K 20K ടിക്കറ്റ് സെയിൽ ചെയ്യും. സി വി ആർ ബ്രിങ്ങിങ് അപ്പ് ഇൻവെസ്റ്റേഴ്സ് വിത്ത് 100 millions ഒക്കെ ഇങ്ങനെ പോസ്റ്റൊക്കെ ഇട്ട് വെക്കും. സോ ഇവരൊക്കെ എന്ത് ചെയ്യും, ഒക്കെ ടിക്കറ്റ് എടുത്തിട്ട് ഈ ഈവൻറ്റുകാർക്ക് നല്ല കാശം കൊണ്ട് പോവാം. ഈ ഇൻവെസ്റ്റേഴ്സ് വിശ്വസിച്ച് എങ്ങനെയെങ്കിലും ഫണ്ട് കിട്ടുമെന്ന് റൈസ് ചെയ്യാന്നുണ്ടെങ്കിൽ വരും. ഇവന്റ് കണ്ടക്ട് ചെയ്യുന്ന ഒരു രജിസ്ട്രേഷൻ ഫീ ആണ് അവർ ടാർഗറ്റ് ചെയ്യുന്നത്. സോ അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഉണ്ടാകുമ്പോൾ എൻഡിങ് അപ്പ് നോ വൺ ഗെറ്റ്സ് എനി ഇൻവെസ്റ്റ്മെന്റ്. സിമ്പിൾ അല്ലേ, ആർക്കൊന്നും ചോദിക്കാൻ പറ്റില്ല. ഇൻവെസ്റ്റേഴ്സ് നോ ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ യുവർ പ്രോഡക്റ്റ്, കഴിഞ്ഞു, നത്തിങ്. എവിടെ ഫീസ് പോയത് പോയി.